നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കേരളത്തിന്റെ രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് മന്ത്രി കെ രാജൻ. എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിക്കാനാകുമെന്നും മന്ത്രി. ഓൾ ഇന്ത്യ കോൺക്ലേവ് ആയ ഭൂമി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം തൃശൂർ കളക്ടറേറ്റിൽ നടന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ 6000 കടന്നു. ഞായറാഴ്ച രാവിലെയോടെയുള്ള കണക്കനുസരിച്ച് 6133 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 24 മണിക്കൂറിനിടെ 6 മരണങ്ങളും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 3 പേരാണ് മരണമടഞ്ഞത്. തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരണമടഞ്ഞു. പൂതനക്കര കിണറ്റിൻകര വീട്ടിൽ 80കാരൻ ശങ്കരനാരായണനാണ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ആര്യമ്പാടം സർവോദയം സ്കൂളിൽ SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഇതൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഐക്യരാഷ്ട്രസഭ അവാർഡ് ജേതാവ് വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ KV ആദിൽ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കും ആദരമൊരുക്കി. ലോക പരിസ്ഥിതി വാരാചരണം. പാതയോരങ്ങളെ ഉദ്യാന സമാനമാക്കാനിറങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പറപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുള്ളൂർ കായൽ റോഡരികിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുക ലക്ഷ്യം. ചെടികളുടെ സംരക്ഷണവും ഏറ്റെടുത്ത് സംഘടന. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. നാടിന് കരുതലിന്റെ കരം നൽകി പെരിങ്ങണ്ടൂർ ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി. മേഖലയിലെ അക്കാദമി രംഗത്ത് മികവിന്റെ പ്രതീകങ്ങളായ വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സൊരുക്കി. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മേഖലയിലെ അർഹരായ നിർധന കുടുംബങ്ങൾക്ക് 2ാം ഘട്ട ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. DC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നൈപുണ്യ വികസനത്തിന് സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. നൈപുണ്യ വികസന കേന്ദ്രം ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോൻ ഭാര്യ 36കാരി ദിവ്യയാണ് മരിച്ചത്. കൊലപാതകമെന്ന് സംശയം. ഭർത്താവ് കുഞ്ഞുമോൻ പോലീസ് കസ്റ്റഡിയിൽ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴയ്ക്ക് സാധ്യത. ചൊവ്വാഴ്ച മുതൽ 3 ദിനം വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് അധികൃതർ. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്.